കണ്ണൂരിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. കാരണം പെരിയ ഇരട്ടക്കൊലക്കേസിൽ ശിക്ഷ തടഞ്ഞതോടുകൂടി KV കുഞ്ഞിരാമൻ ഉൾപ്പെടെയുള്ള CPM നേതാക്കൾ ഇന്ന് ജാമ്യത്തിൽ പുറത്തിറങ്ങാൻ പോവുകയാണ്. ഉച്ചയോടുകൂടി ജില്ലയിലെത്തുന്ന 4 നേതാക്കൾക്കും പ്രവർത്തകർ സ്വീകരണം ഒരുക്കുമെന്നാണ് സൂചന. ജില്ലയിൽ പോലീസ് സുരക്ഷയും ശക്തമാക്കിയിട്ടുണ്ട്. സുനിൽ ഐസക്കാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകുക. സുനിൽ, CPM പ്രതികൾ 4 പേർക്കും ശിക്ഷ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് പിന്നാലെ തന്നെ അവർ ജയിൽ മോചിതരാവുകയാണ്. ജാമ്യത്തിലിറങ്ങുമ്പോൾ വലിയ സ്വീകരണത്തിനാണോ CPM നേതൃത്വം ഒരുങ്ങുന്നത്? ദിവ്യ, കണ്ണൂർ സെൻട്രൽ ജയിലിന് മുമ്പിലാണ് ഞാനുള്ളത്. ഏതാണ്ട് ഒരു 9:30-10 മണിയോടുകൂടി പെരിയ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ജയിലിലുള്ള KV കുഞ്ഞിരാമനും മണികണ്ഠനും ഭാസ്കരനും രാഘവനും പുറത്തിറങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്നലെ തന്നെ ഈ 4 പേരെയും പുറത്തിറക്കാൻ CPM ശ്രമിച്ചിരുന്നു. പക്ഷേ കോടതി രേഖകൾ നേരിട്ടെത്തിക്കണമെന്ന ജയിൽ സൂപ്രണ്ടിൻ്റെ നിലപാട് കാരണമാണ് അവർ ഇന്നലെ ഇറങ്ങാതിരുന്നത്. ഇന്നലെ രാത്രി വൈകിട്ട് 7 മണിക്ക് മുമ്പ് 4 പേരെയും ഇറക്കാനുള്ള ശ്രമം CPM നേതാക്കളുടെ നേതൃത്വത്തിൻ്റെയൊക്കെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു. പക്ഷേ CBI കോടതിയിൽ നിന്നുള്ള രേഖ നേരിട്ട് കോടതിയിൽ എത്തിക്കണമെന്ന നിലപാട് സൂപ്രണ്ട് എടുത്തു. ഇതേ തുടർന്നാണ് ഇന്നത്തേക്ക് പുറത്തിറങ്ങുന്നത് നീണ്ടത്. എന്തായാലും 9:30-10 മണിയോടുകൂടി 4 പേരും പുറത്തിറങ്ങും. വലിയ സ്വീകരണം ജയിലിന് പുറത്ത് CPM നേതാക്കളും പ്രവർത്തകരും ഈ 4 പേർക്കും നൽകുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അതിനുശേഷം പക്ഷേ കാസർഗോഡ് ജില്ലയിൽ നൽകുന്ന സ്വീകരണങ്ങൾ തൽക്കാലത്തേക്ക് വേണ്ട എന്നൊരു തീരുമാനം പാർട്ടി നേതൃത്വം എടുത്തിട്ടുണ്ട് എന്നാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. നേരത്തെ കാസർഗോഡും കാഞ്ഞങ്ങാടും ഇവർക്ക് സ്വീകരണം നൽകാനുള്ള ഒരു തീരുമാനം പാർട്ടി എടുത്തിരുന്നു. പക്ഷേ കോടതി ഉത്തരവുമായി ബന്ധപ്പെട്ട ചില നിയമപരമായ പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് കാസർഗോഡ് ജില്ലയിൽ ഇവർക്കുള്ള സ്വീകരണം ഒഴിവാക്കിയിട്ടുണ്ട് എന്ന വിവരം കൂടി ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട്. എന്തായാലും ഇന്നലെ തന്നെ CPMൻ്റെ വലിയ നേതൃനിര ഇവിടേക്ക് എത്തിയിരുന്നു. ഇന്നലെ PK ശ്രീമതിയും PP ദിവ്യയും അടക്കമുള്ള നേതാക്കൾ ഇവിടെ എത്തി മുഴുവൻ പ്രതികളെയും കണ്ടിരുന്നു. ഇന്നെന്തായാലും CPMൻ്റെ കണ്ണൂർ, കാസർഗോഡ് ജില്ലാ സെക്രട്ടറിമാർ ഇവിടെ ഈ പ്രതികൾ പുറത്തിറങ്ങുമ്പോൾ അവരെ സ്വീകരിക്കാൻ ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഒപ്പം കാസർഗോഡ് നിന്നും കണ്ണൂരിൽ നിന്നുമുള്ള CPMൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളും പ്രവർത്തകരോടുമൊക്കെ 9 മണിയോടുകൂടി ഇവിടെ ജയിലിന് മുന്നിലേക്ക് എത്തിച്ചേരാൻ അറിയിച്ചിട്ടുണ്ട്. എന്തായാലും 9:30 ഈ 4 പേരും പുറത്തിറങ്ങും. എന്തായാലും ഈ പ്രതികൾ സമർപ്പിച്ചിട്ടുള്ള ഈ ഹർജിയിൽ തീരുമാനമാകും വരെയാണ് ഈ ഉത്തരവ് മരവിപ്പിച്ചിരിക്കുന്നത്. അതിനുശേഷമായിരിക്കും ഇത് സംബന്ധിച്ച വിശദമായ വാദം കോടതി കേൾക്കുക. ഈ വാദത്തിൽ തീരുമാനമാകും വരെ ഈ 4 പേർക്കും ജാമ്യം ലഭിച്ച് ഇപ്പോൾ പുറത്തിറങ്ങാൻ കഴിയുന്ന സാഹചര്യമുണ്ട്. CPMനെ സംബന്ധിച്ച് നമുക്കറിയാവുന്നതുപോലെ വലിയ ആശ്വാസകരമായ ഒരു വിധിയായിരുന്നു ഇന്നലെ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. കാരണം CPMനെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധി ഉണ്ടായിരുന്നു. 4 നേതാക്കളാണ് ഒരു ഇരട്ടക്കൊലപാതകവുമായി ബന്ധപ്പെട്ട് ജയിലിലാവുന്നത്. സ്വാഭാവികമായും പറഞ്ഞു നിൽക്കാനും പ്രതിരോധിക്കാനും CPM ഏറെ വിയർപ്പൊഴുക്കിയ ഘട്ടം കൂടിയാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങൾ. പെരിയ കേസിൽ വ്യക്തിവൈരാഗ്യമാണ്, അതിനപ്പുറത്തേക്ക് രാഷ്ട്രീയമില്ല എന്നൊരു നിലപാട് ആദ്യഘട്ടം മുതൽ CPM എടുത്തിരുന്നു. അത് വലിയ തോതിൽ തകർന്നടിയുകയായിരുന്നു ഈ 4 നേതാക്കളെ ശിക്ഷിച്ചതിലൂടെ. എന്തായാലും ഈ 4 പേരും പോലീസ് കസ്റ്റഡിയിൽ നിന്ന് പ്രതികളെ ബലമായി മോചിപ്പിച്ചു വന്ന കുറ്റമാണെന്നും അതുകൊണ്ട് തന്നെ അവർക്കെതിരെ ചുമത്തിയ കുറ്റം നിലനിൽക്കില്ല, അവർക്ക് 5 വർഷം തടവ് ശിക്ഷ എന്ന ഉത്തരവ് നിലനിൽക്കില്ല എന്ന് കാണിച്ചുകൊണ്ടാണ് ആ ഉത്തരവ് റദ്ദ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ 4 നേതാക്കളും കോടതിയെ സമീപിക്കുന്നത്, ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിനെ സമീപിക്കുന്നത്. എന്തായാലും അനുകൂലമായൊരു വിധി ഇന്നലെ രാവിലെ തന്നെ ലഭിക്കുന്നു. എന്തായാലും ഇന്നലെ പുറത്തിറങ്ങുമെന്ന് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഇന്നലെ തന്നെ പുറത്തിറങ്ങാനുള്ള ശ്രമങ്ങളൊക്കെ നടന്നിരുന്നു. എന്തായാലും ഇന്ന് 9:30-10 മണിക്കുള്ളിൽ 4 നേതാക്കളും കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് പുറത്തിറങ്ങി. ഉദുമ മുൻ MLA KV കുഞ്ഞിരാമൻ അടക്കമുള്ള CPM നേതാക്കൾക്കായിരുന്നു CBI കോടതി 5 വർഷത്തെ തടവ് ശിക്ഷ വിധിച്ചത്. ആ ശിക്ഷയാണ് സ്റ്റേ ചെയ്തതും. അതിന് പിന്നാലെ ഇന്നിപ്പോൾ നേതാക്കൾ ജാമ്യം ലഭിച്ച് ജയിൽ മോചിതരാകാനും പോകുന്നത്. അപ്പോൾ അവർക്ക് വലിയ സ്വീകരണം ഒരുക്കാൻ തന്നെയാണ് CPM നേതാക്കൾ നേതൃത്വം ഒരുങ്ങുന്നത് എന്നതാണ്